എന്നാൽ LDF ക്രിസ്റ്റൽ ക്ലിയർ ആയി പറയുന്നു 1630 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എം സ്വരാജ് ജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പോത്തുകൽ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ തുണയ്ക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നിലമ്പൂർ നഗരസഭയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1007 വോട്ടിന്റെ ലീഡ് ഉണ്ടാകും എന്ന് തന്നെ LDF കണക്കുകൂട്ടുന്നു. റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് LDFന്റെ വിലയിരുത്തലെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വരാജ് ജയിച്ചു കയറും. ഭൂരിപക്ഷം ഈ UDF കണക്ക് കൂട്ടിയതുപോലുള്ള ഭൂരിപക്ഷം ഉണ്ടാവില്ല എങ്കിൽ പോലും മണ്ഡലം തിരിച്ചു പിടിക്കാനാകും. 1630 വോട്ട് എന്ന് കൃത്യമായി തന്നെ കണക്ക് കൂട്ടുന്ന LDF അല്ലേ? വിനീത, അങ്ങനെ തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ കണക്കടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ LDF വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഏതാണ്ട് 2000-ഓളം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF കേന്ദ്രങ്ങളുള്ളത്. അത് 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുന്നേറ്റമുണ്ടാകും. അത് നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നിലവിൽ ഈ പ്രചാരണത്തിലുടനീളം എവിടെയും സർക്കാരിനെതിരെയുള്ള ഒരു പ്രചാരണം UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വികാരം പ്രതിഫലിച്ചിട്ടില്ല. അങ്ങനെയാണ് ഭരണം അവിടെ നിലവിൽ സീറ്റ് നിലനിർത്താൻ കഴിയുക എന്നാണ് കണക്കുകൂട്ടുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 80,000-ന് മുകളിൽ വോട്ട് LDFന് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പക്ഷേ PV അൻവറിന്റെ വോട്ട് LDF കണക്കുകൂട്ടലിൽ 5000 വോട്ട് മാത്രമാണ്. 5120 വോട്ട് മാത്രമേ PV അൻവർ പിടിക്കൂ എന്നാണ് LDF കണക്കുകൂട്ടുന്നത്. അതിനൊപ്പം NDA 8335 വോട്ടുകൾ നേടുമെന്ന കണക്കുകൂട്ടലുണ്ട്. ഏതായാലും 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDFും 4 LDFനും മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ LDF കേന്ദ്രങ്ങൾക്കുള്ളത്. ഇനി 2 ദിവസം കൂടിയുണ്ട് വോട്ടെണ്ണലിന്. ഈ 2 ദിവസം സമാനമായ രീതിയിൽ തന്നെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും തന്നെ നെഞ്ചിരിപ്പോടെയാണ് ഓരോ മുന്നണികളും കാത്തിരിക്കുന്നത് വോട്ടെണ്ണലിനായി. ശരി, നമുക്ക് ഇനി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി കണക്ക് കൂട്ടൽ നോക്കാം. LDF UDF കണക്കുകൾ റോഷിപാൽ വിശദീകരിച്ചു.